വനിതാ സംവരണം സംബന്ധിച്ച് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ കേരളമടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലാണ് പ്രചരണം നടത്തുന്നത്. കഴിഞ്ഞ 12 വർഷത്തിനുള്ളിൽ BJP കൊണ്ടുവന്ന ഒരു ബില്ല് പാസ്സാകാത്ത നിലയിൽ എത്തിച്ചപ്പോൾ അതിൽ BJPയുടെ പരാജയം കാണുകയാണ്. കൂടാതെ കള്ളപ്രചരണം നടത്തുകയാണ്. വളരെ വ്യക്തമായിട്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ശ്രീ അമിത്ഷാജി പറഞ്ഞ കാര്യങ്ങൾ മാറ്റി പറയുകയാണ്. കേരളം പോലെയുള്ള ചെറിയ സംസ്ഥാനങ്ങൾക്ക് 50% ജനപ്രാതിനിധ്യം കിട്ടുന്നില്ല എന്നാണ് ഇവർ പ്രചരിപ്പിക്കുന്നത്. ശ്രീ അമിത്ഷാ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായിട്ട് നമുക്കൊന്ന് കേൾക്കാം. मैं फिर से स्पष्ट कर देता हूं, दक्षिण का राज्यों का इस सदन पर इतना ही अधिकार है जितना उत्तर के राज्यों का अधिकार है. ഞാനത് ഒരിക്കൽ കൂടി വ്യക്തമാക്കുന്നു. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾക്കുള്ള അത്ര തന്നെ അധികാരം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്കുമുണ്ട്. छोटी सी यूटी लक्षद्वीप का भी इतना अधिकार है जितना उत्तर प्रदेश, गुजरात और बिहार का. ലക്ഷദ്വീപ് പോലെയുള്ള ഒരു ചെറിയ കേന്ദ്രഭരണ പ്രദേശത്തിന് പോലും ഉത്തർപ്രദേശിനോ ഗുജറാത്തിനോ ബീഹാറിനോ പോലെയുള്ള അവകാശങ്ങളുണ്ട്. ये देश को इस तरह के नैरेटिव से, उत्तर दक्षिण के नैरेटिव से टुकड़े टुकड़े नहीं करना चाहिए. ഈ രാജ്യത്തെ ഉത്തരേന്ത്യയെന്നും ദക്ഷിണേന്ത്യയെന്നും പറഞ്ഞ് തുണ്ടം തുണ്ടം മുറിക്കാനാകില്ല. इससे ऊपर उठना चाहिए. ये क्या कहना चाहते हैं कि ये सदन में जो व्यक्ति बैठता है वो ये सोचता है कि किस राज्य से मैं आ रहा हूं. അതിനെയെല്ലാം അതിജീവിക്കണം. ഇവരെന്താണ് പറയുവാൻ ആഗ്രഹിക്കുന്നത്? ഈ സഭയിലിരിക്കുന്ന ഓരോ വ്യക്തിയും ഞാൻ ഏത് സംസ്ഥാനത്തു നിന്നാണ് വരുന്നത് എന്ന് മാത്രമാണോ ചിന്തിക്കേണ്ടത്? मान्यवर, हम शपथ लेते हैं तो मन से लेते हैं. जो संविधान हाथ में लेकर शपथ लिए हैं वो उत्तर दक्षिण का भेद कराना चाहते हैं. हम नहीं होने देंगे. അധ്യക്ഷ, നാം ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്തത് മനസ്സാക്ഷിയോടെയാണ്. ആ സത്യപ്രതിജ്ഞ ഉത്തരേന്ത്യയെന്നും ദക്ഷിണേന്ത്യയെന്നും വേർതിരിക്കാനല്ല. ഇത് ഞങ്ങൾ അനുവദിക്കില്ല. अक्षुण्ण रखने की शपथ रहता है, पूरे भारत के कल्याण की शपथ लेता है. वो अपनी कॉन्स्टिट्यूएंसी, अपना राज्य, अपना धर्म, अपनी जाति की शपथ नहीं लेता है. ഈ സഭയിലെ ഓരോ അംഗവും ഭാരതത്തിന്റെ അഖണ്ഡതയ്ക്കും ഐശ്വര്യത്തിനും വേണ്ടിയാണ് സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നത്. അവർ തന്റെ മണ്ഡലത്തെയോ സംസ്ഥാനത്തെയോ ജാതിയെയോ മതത്തെയോ മാത്രം പ്രതിനിധീകരിച്ചിട്ടല്ല. और ये क्या नैरेटिव फैलाया और ये मानते हैं कि ये नैरेटिव से हमारी पॉपुलैरिटी हो जाएगी, बाल सफेद हो जाएंगे, या नहीं बैठ पाओगे. नहीं हो पाए. देश के अंदर विभाजन कर कोई सत्ता प्राप्त नहीं कर सकता. എന്നാൽ ഇവരെന്താണ് പ്രചരിപ്പിക്കുന്നത്?